സംസ്ഥാനത്ത് ഇന്നലെ മഴ ലഭിച്ചെങ്കിലും ചൂട് അനിയന്ത്രിതമായി കൂടുക തന്നെയാണ്. അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ വരുന്നുമുണ്ട്. ഈ ചൂടിങ്ങനെ കൂടുമ്പോൾ പുറത്തിറങ്ങാതിരിക്കാനും വയ്യ. പുറത്തിറങ്ങി കുറച്ചു നേരമാകുമ്പോഴേക്കും തണുത്തത് കുടിക്കാനും കഴിക്കാനുമുള്ള പ്രവണതയാണ് എല്ലാവർക്കും. ഇത് മുന്നിൽ കണ്ട് കച്ചവടക്കാരും ഇറങ്ങിയിരിക്കുകയാണ്. കൊച്ചിയിലെ കച്ചവടക്കാരിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. സജീവമാവുകയാണ് കച്ചവടക്കാർ. കൊച്ചിയിൽ ഒരു രക്ഷയുമില്ലാത്ത ചൂടാണ്. ദിനംപ്രതി ഈ ചൂടിങ്ങനെ വർദ്ധിച്ചു വരികയല്ലാതെ മറ്റൊരു പരിഹാരവും കാണാനില്ല. ആളുകളെല്ലാം വലിയ രീതിയിൽ ക്ഷീണിതരാണ്. പക്ഷേ ആവശ്യങ്ങൾ നിറവേറ്റാൻ പുറത്തിറങ്ങിയേ മതിയാവും. ഇപ്പോൾ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ നിരവധി കടകളാണ് പ്രവർത്തിക്കുന്നത്. കൂടുതൽ ആളുകളും ഇപ്പോൾ തണുത്ത പാനീയങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? നല്ല കച്ചവടം. ഇപ്പം ആവൽ മിൽക്ക്, സർബത്ത്, ഓറഞ്ച് സർബത്ത്, ഇതാണ് മെയിനായിട്ട് പോകുന്നത്. ഏറ്റവും കൂടുതൽ ചൂട് വന്ന് ചൂടാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഒത്തിരി ഐസ് ക്യൂബ് ഒത്തിരി വേണ്ടി വരും. ശരിക്കും പറഞ്ഞു ആവശ്യമായിട്ട് വന്ന് 2 എണ്ണം കുടിച്ചിട്ടാണ് പോകുന്നത്, ഒരെണ്ണമൊന്നുമല്ല. അത്രയ്ക്ക് ദാഹമാണ്, നമുക്കറിയാൻ പറ്റും അന്നേരം. ഭയങ്കര ചൂടാണ് ഇപ്പം. കാരണം ഓരോ സ്ഥലത്ത് ഇങ്ങനെ വെള്ളം കുടിക്കാനായിട്ടൊക്കെ ആയിട്ട് കടയിലെങ്കിൽ ഭയങ്കര പ്രശ്നമായിട്ടാണ്. കാരണം ചൂട് കൊണ്ട് കണ്ട എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ദൂരേക്ക് പോകണമെങ്കിൽ പുറത്തിറങ്ങനെ നേരൊക്കെ പൊള്ളണേ. അതുകൊണ്ട് എങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല. ഇപ്പം കാരണം മരമൊന്നുമില്ലല്ലോ, തണലൊക്കെ കുറവാണ്. ഭയങ്കര ചൂടാണ്. അപ്പൊ വെള്ളം കുടിക്കാൻ വന്ന് അവൽ മിൽക്കൊക്കെ നല്ലതാണ്. പുറത്തൊക്കെ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ നേരമാകുമ്പോ ക്ലാസ് കഴിയുന്നോണ്ട് പുറത്തിറങ്ങാണ്ട് നിവർത്തിയില്ല. ചൂടിൽ ശീതളപാനീയങ്ങൾ ആശ്രയിക്കുന്നതിനൊപ്പം തന്നെ വീട്ടിലേക്ക് പഴവർഗ്ഗങ്ങൾ വാങ്ങി പോകുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. ഇവിടെ കൊച്ചിയിൽ നോക്കുകയാണെങ്കിൽ മുക്കിലും മൂലയും ഇപ്പോൾ ഈ പഴവർഗ്ഗ കടകളാണ് വർദ്ധിച്ചു വരുന്നത്. എങ്ങനെയുണ്ട് ചേട്ടാ കച്ചവടമൊക്കെ? ഇപ്പോൾ ഈ ആളുകളൊക്കെ കൂടുതൽ എന്താണ് വാങ്ങിക്കാൻ വരുന്നത്? ഇപ്പോൾ കൂടുതലും മേടിക്കുന്നത് തണ്ണിമത്തൻ. ഇപ്പോൾ 3 കളറുള്ള തണ്ണിമത്തൻ ഉണ്ട്. അതിൽ ഉള്ളിൽ മഞ്ഞുണ്ട്, ഉള്ളിൽ ചുവപ്പുള്ള പച്ചയുടെ, അങ്ങനെ 3 ഐറ്റം കുമ്പട്ടി നല്ല ചിലവാണ്. ചൂട് കൂടിയോണ്ട് കൂടുതൽ തണ്ണിമത്തനാണ് വാങ്ങിക്കുന്നത്. ബാക്കി ഫ്രൂട്ട്സുകൾ കുറവാണ്. മറ്റേ ഭയങ്കര വിലയാണ്. ചൂട് കൂടിയപ്പോൾ വിലയും കൂടി. ആൾക്കാർ ചൂട് കാരണം ഇപ്പോൾ പുറത്തിറങ്ങാനില്ല. ചൂടിന് പരിഹാരം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക എന്നത് മാത്രമാണ്. ആവശ്യങ്ങൾക്ക് പുറത്തിറങ്ങിയ മതിയാകൂ. അതിനാൽ തന്നെ വലിയ രീതിയിൽ, അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കുന്നത് തണ്ണിമത്തൻ പോലെയുള്ള ജലാംശമടങ്ങിയ പഴവർഗ്ഗങ്ങളാണ്. കൂടാതെ ഇളനീർ കടകളാകട്ടെ, കൊച്ചിയിൽ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള കടകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. വീഡിയോ ജേർണലിസ്റ്റ് രജീഷ് ഭാസ്കറിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിത രാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.